ಅಸ್ಸಲಾಮು ಅಲೈಕುಮ್ ವರಹಮತುಲ್ಲಾಹಿ ವಬರಕಾತು. SMA എക്സിക്യൂട്ടീവ് ഗ്രൂപ്പിൽ ഉള്ള എല്ലാ മെമ്പർമാർ ഗമനത്തത് ഇന്നാലെ സരത് ഞങ്ങളെ ACP ഓഫീസിൽ മീറ്റിംഗ് വിളിച്ചിരുന്നാറ്. അപ്പം ഞങ്ങളെ പോയപ്പോൾ സാധാരണ ഒരു 100-150 ആളത്തോളം ഇന്ന ഞങ്ങളുടെ ഉള്ളാല, മഞ്ഞനാടി, കൊണാജെ, പറങ്കിಪೇಟೆ, പിന്നെ എല്ലാ ಮೊತ್ತಾಳು അമ്ലമൊഗರು എല്ലാ ಮೊತ್ತಾൾമാരും ഇന്നാറ്. അവിടെ ചെമ്മ ചർച്ചയെല്ലാം നടന്നത്. അവിടെ അങ്ങനെ ഒരു റൂൾസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൈക്ക് റാലി ആക്കണമെങ്കിൽ ബൈക്കിൽ ആരും പോകണമെങ്കിൽ ഇല്ല. ബൈക്കിൽ പോയ സ്ഥലത്ത് ഫോട്ടോ ഇട്ടിട്ട് അങ്ങനെ ಮೇಲೆ FIR ആവിടും. ವಾಪಸ್ ಬೈಕ್ ಉಳ್ಗಿಡ್ಡಾರು. അതുകൊണ്ടത്ത് എല്ലാവരും റാലിക്ക് പോകുമ്പോഴത്തേക്ക് ആറും ബൈക്കിൽ ಬರ್ನಗೆ ತೀರ 4 വീല് 3 വീല് യൂസ് ആക്കുക. പിന്നെ നിങ്ങൾ ബൈക്കിൽ പള്ളി പോണ്ടിരിക്കൊന്നും ತೊಂದರೆಯಿಲ್ಲ. അതുകൊണ്ടത്ത് എല്ലാവരും പിന്നെ ആ ബൈക്ക് റാലി ആക്കുறங்க എല്ലാവരും ಗಮನத்துக்கு. പിന്നെ ಆ ಬೈಕ್ FIR ಹಾಕಿತ್ತು ಯಾರ್ಕೊಡೆ ಹೆಂಗೆ ಅದಕ್ಕೆ ಒಣಕಾರ ನಿಯಮ ಆಯ್ತಿಕ್ಕರು. അതുകൊണ്ട് ആറും ബൈക്ക് റാലിക്ക് പോകുമ്പോഴത്തേക്ക് ബൈക്ക് ആരും കൊണ്ടുപോകണ്ട. നിങ്ങൾ 4 വീല 3 വീല റാലി ആക്കാൻ പോರು. അതും റാലി ആക്കുമ്പോൾ നല്ല ಶಿಸ್ತುಬದ್ಧമായിട്ട് ಹಾಕೊಂಡು ಹಾರ್ಡರ್ ಹಾಕಿടാറ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ಗಣೇಶ ಚತುರ್ಥಿ എപ്പോൾ ವರ್ಷ ജാവടി പിടിച്ച് സുബ 8 ಗಂಟೆದೊಳಗೆ ಆಯ್ತು. ಈ ವರ್ಷ അങ്ങനല്ല, ಫುಲ್ಲು ಚೇಂಜಸ್ ಹಾಕಿದಾರಂಗ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ಪೊಲೀಸರಂಗ ಖುದ್ದು ನಿಪ್ಪಾಟಿರಾರು. ಕೊರಿಯಮೋತು 10 ಗಂಟೆയുടെ ഉൾഗമേ നിപ്പാട്ടിരാറ്. കൊറിയമോത്ത് ഒരു 3 ಗಂಟೆ ಹಾಕಿರಾರು. ആ 3 ಗಂಟೆ ಹಾಕಿയോടും ചെമ്മ പ്രോബ്ലം എല്ലാം ആയിട്ട് അതുകൊണ്ടു ഞങ്ങളിൽ ಫುಲ್ಲು ಚೇಂಜಸ್ ಆಗೋಣ. ಬೈಕ್ ರ್ಯಾಲಿಗೆ ಅವಕಾಶ ಇಲ್ಲ. അതുകൊണ്ട് ആരും ബൈക്ക് ರ್ಯಾಲಿ ಕೊಂಬರണ്ട. എല്ലാവരും സഹകരിക്കರು. അസ്സലാം. ഈ ഒരു വിഷയ നിങ്ങൾ ജമാഅത്ത് ഗ്രൂപ്പിൽ നിങ്ങൾ മനവരിക്ക് ആക്കിയിട്ട് കൊടുക്കണം എല്ലാവർക്കും. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഈ നിങ്ങൾ SMA ചെന്നെങ്കിൽ എല്ലാ ജമാഅത്തിലെ പദാധികാരികളെ ഒരു സംഘടന ആയിത്തിക്കരുത്. അതുകൊണ്ടൊത്ത് നിങ്ങൾ എന്താക്കണോ, നിങ്ങളെ ജമാഅത്തിൽ നിങ്ങൾ ഈ വിഷയത്തിൽ നല്ല മനവരിക്ക് ആക്കിയിട്ട് കൊടുക്കണം. ಅಸ್ಸಲಾಮು ಅಲೈಕುಮ್ ವರಹಮತುಲ್ಲಾಹಿ ವಬರಕಾತುಹು. ಸಮುದಾಯದ ಎಲ್ಲ ಸಹೋದರಮ್ಮರೇ, ವೆರಿ ಇಂಪಾರ್ಟೆಂಟ್ ഒരു ഇൻഫർമേഷൻ തരകൈത്തിക്കറി വായിസ്. ഇപ്പോൾ ಪ್ರೆಸೆಂಟ್ ಸಿಚುವೇಶನ್ ഞങ്ങള കണ്ണോട്ടുള്ള നിങ്ങളെ നോക്കിയാൽ BJP ಆಡಳಿತವುಳ್ಳ ಆ ഒരു ಟೈಮಲ್ಲಿ ಕರ್ನಾಟಕത്തിൽ ಧ್ವನಿವರ್ಧಕ ಬಲಕ್ಕೆ ನಿಷೇಧ ಕಾಯ್ದೆ ಕೊಡುತ್ತಿದ್ದಾರೆ. അതായത് ಜಾವು 10 ಗಂಟೆಯಲ್ಲಿ പിന്നെ സുബൈ 6 ಗಂಟೆತೊಳು ಸಂಪೂರ್ಣ ನಿಷೇಧ ಚೊಲ್ಲರು ಕಾನೂನು ಕೊಡುತ್ತಿದ್ದಾರೆ. അപ്പോൾ ഈ ಕಾನೂನು ഈ ವರ್ಷ ഭയങ്കര കഠിനമായിട്ട് ചാൽത്തിക്ക് വന്നിട്ടായിത്തിക്കറ്. അതായത് ഇതര ധർമ്മത്തെ എല്ലാ ಕಾರ್ಯಕ್ರಮ ഉണ്ടല്ലുണ്ടാ ಜಾವುಗೆಲ್ಲ നടക്കുന്ന പോലത്തെ എന്തെല്ലാം ಕಾರ್ಯಕ್ರಮ ഉണ്ടപ്പോൾ ಸಾರ್ವಜನಿಕമായിട്ട് ആ ಕಾರ್ಯಕ್ರಮത്തിಗೆല്ലാം ಈ ವರ್ಷ വലിയ മറ്റുള്ളൊരു ബ്രേക്ക് പോകുന്നതായിട്ടിക്കറ് ഞങ്ങൾ എല്ലാവരും കണ്ടുകൊണ്ടുള്ളതായിട്ടിക്കറ്. അപ്പോൾ ഇത് ಕಾನೂನಾಯ್ತಿಕ್ಕರು. അപ്പോൾ ഓർത്ത് സ്ഥലീയ ಕಾನೂನು ಪಾಲಕന്മാരದ್ರ ಕಠಿಣമായിട്ട് ಪಾಲನೆ ಆಯ್ಕೊಂಡಿದ್ದಾರೆ. ಎವ್ಡು ತೋಲ್ಸೊಂದಂಟಾയെങ്കിൽ ಈ ವರ್ಷ ಯೂಸ್ ಆಕಿಯ ಬೋಲ್ತು ಇತರ ಸಮುದಾಯತ್ತಂಗ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಯೂಸ್ ಆಕಿಯ ಬೋಲ್ತು ಬಾಕ್ಸಿಂಗಲ್ಲೇ ಸೀಸ್ പോലാക്കിയിരാറ്. ಕಾರ್ಯಕ್ರಮത്തെ ಬಂದ್ ആക്കിവാട്ടിയിരാറ്. ഏതേ കാരണത്തുക്കೂ ಜಾವು 10 ಗಂಟೆಯಲ್ಲಿ പിന്നെ ಕಾರ್ಯಕ್ರಮത്തെ ಅವಕಾಶ ತನ್ನೋಂತುಮಿಲ್ಲ. അങ്ങനെ ആ ഒരു ಕಾರ್ಯಕ್ರಮ ആക്കിയെങ്കും അങ്ങനെ ಮೇಲೆ ಪ್ರಕರಣ ದಾಖಲಾವಡು. അവിടെ ഇന്ന് സാമഗ്രിക യന്ത്ര ಧ್ವನಿವರ್ಧಕങ്ങളുണ്ട്, അതും ಸೀಸ್ ಆವಡು. ചുമ്മാ ಎಲ್ಲ ಪ್ರಾಬ್ಲಮ್ಸ್ ಆವಡು, ಪ್ರೋಗ್ರಾಮು ಫೇಲ್ ಆವರು. ಸೊ ನಾನು ಎಂದ್ರೆ ಚಲೋ ಪಾಯಿಂಟ್ ಅಂತ ಚೆನ್ನಂಗಿದ್ದು ഞങ്ങളുടെ സമുദായത്തിൽ ഇൻഷാല്ല ഇപ്പോൾ റബിയുൽ അവ്വൽ മീലാദ് നബി ಕಾರ್ಯಕ್ರಮ ಬಂದಂತುಂಡು. ಮೆರವಣಿಗೆ അവിടെ ಧ್ವನಿವರ್ಧಕ ಬಲಕಯಾವಡು. അപ്പോൾ ಪ್ರತಿಯೊಂದಿಗೂ ಕಾನೂನು ಆയിട്ട് ಅದಕ್ಕೆ ಪರ್ಮಿಷನ್ എടുക്കുന്നതായിട്ടിക്കറ് ಅತ್ಯುತ್ತಮ. ಅದಕ್ಕೆ വേണ്ട എന്ത്ര ಗೈಡ್ಲೈನ್ಸಸ್ ಉಂಟಾ ಅದು ಒಟ್ಟು ಇಲಾಖೆಗ ತಂಡಾರು. ಸೆಕೆಂಡ್ ಥಿಂಗ್, ഇപ്പോൾ നൈറ്റ് 10 ಗಂಟೆಯಲ್ಲಿ പിന്നെ പ്രോഗ്രാം എല്ലാം മൊത്തത്തിൽ നടക്കറ്. അതായത് വാൾ ಕಾರ್ಯಕ್ರಮ ആയിത്തിക്കൂ, ಬೇರೆ എന്തെങ്കിലും ആയിത്തിക്കൂ. ಸೊ ಇದಕ್ಕೆ ಎಲ್ಲರೂ ವಿಶೇಷമായിട്ടുള്ള ಪರ್ಮಿಷನ್ എടുക്കണം. ഇപ്പോൾ എവിടത്തോളം ചെന്നെങ്കിൽ ദക്ഷിണ കന്നഡ ജില്ലയിൽ ಧ್ವನಿವರ್ಧಕ ಸಂಘತಂಗ പോലും ಗೌರ್ಮೆಂಟ್ಗೆ ಇದು ಕೊಡ್ತಾರೆ. ഞങ്ങൾ എവിടെയും ಧ್ವನಿವರ್ಧಕത്തെ കൊടുക്കില്ല, ഞങ്ങൾ യൂസ് ആക്കില്ല. ചെന്ന് ഞങ്ങൾ അത് സീസ് ആയിട്ടുണ്ട്. അപ്പോൾ നാളത്തെ നാളിൽ ഞങ്ങൾ ಪರ್ಮಿಷನ್ എടുക്കാണ്ട് ಕಾರ್ಯಕ್ರಮ ಆಕಿಯಂಗೆ ಕಾರ್ಯಕ್ರಮ ಆಕಿಯಂಗಳ ಮೇಲೆ ಜಮಾತ್ ಕಮಿಟಿ 6 ಆಯ್ತಿಕ್ಕು ಅಗಳ ಮೇಲೆ ಪ್ರಕರಣ ದಾಖಲಾವಡು. അവിടെ ಬಂಡೆ ಮೈಕ್ ಸೆಟ್ಟುം ಸೀಸ್ ಅವರು. ಸೊ ಈ ಎಲ್ಲ ഒരു ಪ್ರಾಬ್ಲಮ್ಸ್ ನಂಗೆ ಸೇವ್ ಆಗುಂಟಾಗ ನಂಗೆ ಕಾನೂನಾತ್ಮಕമായിട്ട് ಪ್ರೋಗ್ರಾಮ್ಸ್ ಆಯ್ತರ ಹಾಕೋ ನೋക്കണം. ചെന്നെങ്കിൽ ഈ പെട്ട അന്യ സമുദായത്തെ അത്ര സ്ട്രിക്റ്റ് ആയിട്ട്
ഈ ഒരു കാനൂനത്തെ ചാലത്തിൽ കൊണ്ടുവన్నారు. അപ്പം ഞങ്ങളുടെ ಸಮುದಾಯಕ್ಕೆ ಹಾಕುನಾയിട്ട് ಬಂದು ನಂಗೆ ನೋಡ್ಕೊಂಡುള്ള ವಿಧಾನಸೌಧದಲ್ಲಿ ಊಟದ BJP ಶಾಸಕರು ಹೆಂಗನೆ ಇದ್ರು ಕ್ವಶನ್ ಹಾಕೊಂಡುಳ್ಳಾರು. അപ്പം ನಂಗೆ ಇದ್ರೆ ಚೊಮ್ಮೆ ಡೀಪಾയിട്ട് ಇದರ ಬಗ್ಗೆ ಆಲೋಚನೆ ಹಾಕಿಟ್ಟು ಎಲ್ಲ ಕಮಿಟಿ ಅಂಗಂ ಬೇನಾಯ ರೀತಿಯಲ್ಲಿ ಕಾನೂನಾತ್ಮಕമായിട്ട് എന്തെല്ലാം ಪರ್ಮಿಷನ್ ಅಡ್ಕೋಕೊಂಡು ಅದೆಲ್ಲ എടുത്തിട്ട് ಚಂದದಲ್ಲಿ ಕಾರ್ಯಕ್ರಮ ಆಯಿತು ಆಯ್ತರ ಬೇಗ ಅದಾയത് 10 ಗಂಟೆ ಮುನ್ನೊಲ್ತಿಗೆ ಎಲ್ಲ ಪ್ರೋಗ್ರಾಮ್ಸ್ ತೀರ್ಕೊಂಡಾಗ ನೋಕರದ ನಲ್ಲದಾಯ್ತು ಇಕ್ಕರು ಚಂದಿಟ್ಟು ಇವರು ಇನ್ಫಾರ್ಮೇಶನ್ ತಂದಂತಲ್ಲ. ಅಪ್ಪ ಎಲ್ಲರೂ ಇದರ ಬಗ್ಗೆ നിങ്ങളുടെ സ്ഥലീയ ജമാഅത്ത് പദാധികാരിമാർക്ക് ഒരു വിഷയം എത്തുപാട്ടൊരു അപ്പോൾ ആരും എന്തും ഒരു പ്രോബ്ലംസ് ആവുന്നുണ്ട് ചന്തത്തിൽ നബി ദിനാചരണ ആക്കുന്നു ಶಾಂತಿ ಸೌಹಾರ್ದത്തോടു കൂടി നബിരു ಆ ഒരു ಪೆತ್ತ ನಾಲ್ದು ഒരു ಸಂದೇಶ ಎಂದ್ರು ಉಂಡ ಆ ಮುತ್ತು ರಸೂಲ್ರವರು ಎಂದರು ಶಾಂತಿಯ ಪರಿಪಾಠನೆ ഉണ്ട്. ಅದರ ನಂಗೆ ಎಲ್ಲ ಮೊತ್ತಕ್ಕೆ ಎತ್ತುಬಾಟು ഏതേ ഒരു കാരണത്തുക്കും പോലീസിലൊട്ടിയാവട്ടെ സാർവജനികമായിട്ടും ഏതോ ഒരു ഗൊന്തലങ്ങ ആവട്ടെ ചന്തത്തിൽ കാര്യക്രമമെല്ലാം ആവും പോലെ ആവുന്നുണ്ടായെങ്കിൽ ഞങ്ങൾ കാനൂനാത്മകമായിട്ടും ധാർമ്മികമായിട്ടും ചന്തത്തിൽ മുതൽ പോകും ഞങ്ങൾ എല്ലാവരും തയ്യാറാവണം. സോ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ എല്ലാവർക്കും എത്തിപ്പെട്ടു ഇൻഷാ അല്ലാഹ്. ജസാക്കുമുല്ലാഹ് ഖൈർ. അസ്സലാമു അലൈക്കും.